Dear students, Industry Instrumentation and Automation എന്ന സബ്ജക്റ്റിൽ ഓട്ടോമേഷൻ സിസ്റ്റംസിൻ്റെ 5th മൊഡ്യൂളിൽ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്കായ കൺട്രോൾ വാൽവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺട്രോൾ വാൽവ്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് എന്താണ് വാൽവ്സ്? വാൽവ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോയർ, ഒരു ക്വാണ്ടിറ്റി, അതൊരു ലിക്വിഡ് ആവാം അല്ലെങ്കിൽ എയർ ആവാം, ഏതൊരു ക്വാണ്ടിറ്റിയുടെ ഫ്ലോയെ റെസ്ട്രിക്റ്റ് ചെയ്യുകയോ അലോ ചെയ്യുന്ന ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ വാൽവ് എന്ന് പറയുന്നത്. സോ അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ടാപ്പ് വരും. അതൊരു കൈൻഡ് ഓഫ് വാൽവിന് എക്സാമ്പിൾ. അതായത് ടാപ്പിനകത്ത് നമ്മൾ ആ ടാപ്പ് തിരിക്കുന്നതിനനുസരിച്ച് അതിനകത്തൊരു വാൽവ് ഓപ്പൺ ആവുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഈ വാൽവിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് അനുസരിച്ചായിരിക്കും അതിനകത്തൂടെ പോകുന്ന വാട്ടറിൻ്റെ ഫ്ലോയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഫ്ലോ വേണം അതിനനുസരിച്ച് നമ്മൾ ടാപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാൽവ് അഡ്ജസ്റ്റഡ് ആവും. സോ അതിനനുസരിച്ച് നമുക്ക് വേണ്ട റിക്വയർഡ് എമൗണ്ട് ഓഫ് വാട്ടർ ഔട്ട്ലെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. സോ ബേസിക്കലി കൺട്രോൾ വാൽവ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓട്ടോമേഷൻ സിസ്റ്റം, ഇത് കെമിക്കലായിട്ടുള്ള സിസ്റ്റം ആവാം അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പല സിസ്റ്റംസ് ആവാം. അങ്ങനെ ഏതൊരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മളുടെ ഏറ്റവും ഫൈനൽ എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺട്രോൾ വാൽവിനെ എടുക്കുന്നത്. സോ അതിന് ഒരു എക്സാമ്പിളാണ് ഡയഫ്രം ടൈപ്പ് ന്യൂമാറ്റിക് ആക്ച്വേറ്റർ. സോ ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു ഡയഫ്രം ടൈപ്പ് ന്യൂമാറ്റിക് ആക്ച്വേറ്ററാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു എയർ ഇൻലെറ്റ് കാണാം, ഒരു ഡയഫ്രം ഉണ്ട്, സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ്ങായിട്ട് കണക്റ്റ് ആയിട്ട് സ്റ്റെം ഉണ്ട്, സ്റ്റെമ്മിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു പ്ലഗ് എന്നൊരു പോർഷൻ ഉണ്ട്. സോ ആ പ്ലഗ് എന്നൊരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ എന്തോ ഒരു ഫ്ലോയെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഫ്ലോയെ എൻട്രി ചെയ്യുകയും അത് ആ പ്ലഗ് എന്നുള്ള റീജിയനിൽ കൂടെയാണ്, അവിടെ ഒരു ഒറിഫിസ് ഉണ്ട്, അതൊരു ഓപ്പണിംഗ് ഉണ്ട്, ആ ഓപ്പണിംഗ് കൂടെയാണ് അത് ഔട്ട്ലെറ്റിലേക്ക് കൺവേഡ് ആകുന്നത്. സോ ഈ ഒരു മെക്കാനിസത്തിൽ ഇതിനെ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ എന്ന് പറയാൻ കാരണം ഇവിടെ നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എയർ പ്രഷറാണ്. സോ ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഇൻപുട്ടിലുള്ള കൺട്രോൾ, ഇലക്ട്രിക്കൽ കൺട്രോൾ സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയറിൻ്റെ വേരിയേഷൻ, പ്രഷറിൻ്റെ വേരിയേഷൻസ് ഉണ്ടാക്കുന്നതാണ് ന്യൂമാറ്റിക് ആക്ച്വേറ്റർ. സോ ഒരു ന്യൂമാറ്റിക് ആക്ച്വേറ്ററിനകത്ത് എയർ പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകും. സോ ഈ വേരിയേഷൻസിനനുസരിച്ച് നമ്മുടെ ഡയഫ്രം ഇവിടെ എക്സ്പാൻഡ് ചെയ്യുകയോ കോൺട്രാക്ട് ചെയ്യുകയോ ചെയ്യും. സോ അതിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഇൻഫാക്റ്റ് ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നത് ഒരു സ്പ്രിങ്ങിനായിരിക്കും. സോ ഈ സ്പ്രിങ്ങിനകത്ത് അതിനനുസരിച്ച് കോൺട്രാക്ട് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്റ്റെമ്മിനൊരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് അനുസരിച്ച് പ്ലഗ് ഡൗൺവേർഡ് മൂവ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്റ്റെം ഡൗൺവേർഡ് മൂവ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഒറിഫീസ് ക്ലോസ് ആവുകയും, സ്റ്റെം അപ്വേർഡ് മൂവ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ പ്ലഗ് ഓപ്പൺ ആവുക, അല്ലെങ്കിൽ ഒറിഫീസിനൊരു ഓപ്പണിംഗ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ പ്ലഗ് വന്നിട്ട് ആ വാൽവ് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഫ്ലോ പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും, ഫുള്ളി ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാക്സിമം ഫ്ലോ ഉണ്ടാവുകയും ചെയ്യുന്നു. സോ ഇതാണ് ഒരു എയർ പ്രഷർഡ് കൺട്രോൾഡ് അല്ലെങ്കിൽ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ കൺട്രോൾ ഡയഫ്രം ടൈപ്പ് വാൽവ് എന്ന് പറയാം. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മെയിൻ കമ്പോണൻറ്റ് പ്ലഗും സ്റ്റെമ്മും ആയിരിക്കും. സോ ഈ പ്ലഗിൻ്റെയും സ്റ്റെമ്മിൻ്റെയും വർക്കിംഗ് അനുസരിച്ചായിരിക്കും നമ്മുടെ ഒറിഫീസിൻ്റെ എഫക്റ്റീവ് ഏരിയ മാറുന്നത്. സോ അതിനനുസരിച്ച് നമുക്ക് ഫ്ലോയുടെ റേറ്റ് റിസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. സോ എയർ പ്രഷർ കൂടുകയാണെന്നുണ്ടെങ്കിൽ സമയത്താണ് ഡയഫ്രം മാക്സിമം താഴ്ത്തി മൂവ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ആ സ്റ്റെമ്മിനെ ഡൗൺവേർഡ് പുഷ് ചെയ്യുകയും നമുക്ക് ആ ഒറിഫീസ് ക്ലോസ് ആവുകയും ചെയ്തു. തിരിച്ച് എയർ പ്രഷർ ഏറ്റവും മിനിമം ആവുന്ന സമയത്തായിരിക്കും ഒറിഫീസ് മാക്സിമം ഓപ്പൺ ആവുകയും ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് കൺട്രോൾ വാൽവ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 3 രീതിയിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് അതിൻ്റെ എന്ത് ആക്ഷനാണ് അത് ചെയ്യുന്നതെന്നുള്ളതിനെ ബേസ് ചെയ്ത്, രണ്ടാമത് എത്ര പ്ലഗ്സ് അതിനകത്തുണ്ടെന്നുള്ളത്, മൂന്നാമത് കൂടെ പാസ് ചെയ്യുന്ന എന്താണ് ഫ്ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തത്. സോ ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ കൺട്രോൾ വാൽവ് ബേസ്ഡ് ഓൺ ആക്ഷൻ. സോ മെയിൻലി നമ്മൾ ബേസ്ഡ് ഓൺ ആക്ഷൻ അനുസരിച്ച് നമ്മൾ 2 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് എയർ ടു ഓപ്പണും രണ്ടാമത്തത് എയർ ടു ക്ലോസും. സോ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് എയർ ടു ഓപ്പൺ, എന്താണ് എയർ ടു ക്ലോസ്. എയർ ടു ഓപ്പൺ, അതായത് ഓപ്പൺ ചെയ്യാനാണ് നമുക്കിവിടെ എയറിൻ്റെ ആവശ്യം. അതായത് കൺട്രോൾ വാൽവിൽ എയർ ഇല്ലാത്ത സമയത്തും അല്ലെങ്കിൽ എയർ സപ്ലൈ ഫെയിൽ ആവുന്ന സമയത്ത് ആ വാൽവ് ഡിഫോൾട്ടായിട്ട് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് ഓപ്പൺ ചെയ്യാൻ നമുക്ക് എയറിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ എയർ ടു ക്ലോസിൻ്റെ കേസിൽ ഡിഫോൾട്ടായിട്ട് അല്ലെങ്കിൽ എയർ ഇല്ലാത്ത സമയത്ത് വാൽവ് ഓപ്പൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ആ വാൽവിനെ ക്ലോസ് ചെയ്യാനാണ് നമ്മൾ എയറിനെ കൊടുക്കേണ്ടി വരുന്നത്. ഇനി ഏത് ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എങ്ങനത്തെ പ്രോസസ്സിനാണ് നമ്മളിതിനെ ചൂസ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇപ്പോൾ ഒരു ഫസ്റ്റ് പ്രോസസ്സ്, സപ്പോസ് നമ്മളൊരു സ്റ്റീമാണെന്നിരിക്കട്ടെ അവിടുത്തെ ഫ്ലോ, അല്ലെങ്കിൽ അവിടെ നമ്മൾ ഫ്ലോയിങ് മീഡിയം സ്റ്റീമോ അല്ലെങ്കിൽ
എന്തെങ്കിലും അങ്ങനത്തെ കുറച്ച് ഹസാഡസ് ആയിട്ടൊരു കണ്ടീഷനാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേസിൽ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത് എയർ ഇല്ലെങ്കിൽ വാൽവ് ക്ലോസ് ആവുന്ന മെക്കാനിസം ആയിരിക്കും. കാര്യം എയർ ഇല്ലാത്ത സമയത്ത് വാൽവ് ക്ലോസ് ആവണം, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ നമുക്കറിയാം. അതുപോലെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ ആണ്. സോ ഇതിനെ നമുക്ക് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. പക്ഷേ മറ്റൊരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു റിയാക്ടറിന് വേണ്ടിയിട്ടുള്ള കൂളിംഗ് വാട്ടർ വന്നിരിക്കട്ടെ. ഈ കേസിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് ക്ലോസ് ചെയ്യുന്ന സെക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ റിയാക്ടർ ടെമ്പറേച്ചർ കൂടുക ചെയ്യും. സോ എയർ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എയർ ടു ക്ലോസ് ആയിരിക്കും. അതായത് ഡിഫോൾട്ടായിട്ട് ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു വാൽവ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സ്റ്റീമും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ഉപയോഗിക്കുന്ന കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ ഹസാഡസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മൾ അവിടെ എയർ ടു ക്ലോസ് ഉപയോഗിക്കും, എയർ ടു ഓപ്പൺ ഉപയോഗിക്കും. അതേപോലെ കൂളിംഗ് വാട്ടർ മെക്കാനിസത്തിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എയർ ടു ക്ലോസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഫസ്റ്റ് വൺ വാൽവ് എയും സെക്കൻഡ് വൺ വാൽവ് ബി. വാൽവ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ടു ക്ലോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എയറിനെ ഉപയോഗിക്കണം. വാൽവ് ബി എന്ന് വെച്ചാൽ ഡിഫോൾട്ടായിട്ട് ക്ലോസ്ഡ് ആയിരിക്കും, ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയറിനെ ഉപയോഗിക്കണം. സോ ഈ രണ്ട് സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നമ്പർ ഓഫ് പ്ലഗ് വെച്ചിട്ട്, പ്ലഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോയെ പാസ് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഒറിഫിസ് ഉണ്ടാവും. ഈ ഒറിഫിസിനകത്ത് എത്ര തരം പ്ലഗ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഈ എത്ര പ്ലഗ് ആണെന്ന് വെച്ചാൽ മെയിൻലി ഒന്നോ അല്ലെങ്കിൽ രണ്ട് പ്ലഗാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് സിംഗിൾ സീറ്റഡ് വാൽവും ഉണ്ട്, ഡബിൾ സീറ്റഡ് വാൽവും ഉണ്ട്. സോ സിംഗിൾ സീറ്റഡ് വാൽവ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു പ്ലഗേ ഉള്ളൂ. അതേസമയം ഡബിൾ സീറ്റഡിനകത്ത് രണ്ട് പ്ലഗ് ഉണ്ട്. ഇനി സിംഗിൾ സീറ്റഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും വാൽവ് ഉപയോഗിച്ച് ആ ഒരു ഒറിഫിസ് അല്ലെങ്കിൽ വാൽവ് മെക്കാനിക്സ് വെച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ഫ്ലോയെ 0% ആയിട്ട്, അതായത് ഫുള്ളി റെസ്ട്രിക്റ്റ് ചെയ്യാനും പറ്റും, ഫുള്ളി അലോ ചെയ്യാനും പറ്റും. അതായത് സിംഗിൾ സീറ്റഡ് വാൽവ് മെക്കാനിസം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് 0 to 100% ഫ്ലോ റേറ്റ് കിട്ടാൻ പറ്റും. അതായത് ഫുള്ളി ഫ്ലോയെ റെസ്ട്രിക്റ്റ് ചെയ്യാനും ഫുള്ളി അലോ ചെയ്യാനും പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിംഗിൾ സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ വാൽവിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ത്രസ്റ്റ്, സഡൻ ഫോഴ്സിനാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. സോ പെട്ടെന്ന് വാൽവ് ഓപ്പൺ ചെയ്യാനും പെട്ടെന്ന് വാൽവ് ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ട ഫോഴ്സ് കൂടുതലായിരിക്കും. സോ ചെറിയ ഫ്ലോ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഫോഴ്സ് മതി. പക്ഷേ ഫ്ലോ റേറ്റ് കൂടുതലായിട്ട് വേണമെന്നുള്ള കേസുകളിൽ നമുക്ക് ഹൈ ത്രസ്റ്റ് വേണ്ടി വരും. സോ അത്രയും ത്രസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേസ്റ്റ്ഫുൾ ആകുമെന്നുണ്ട് നമ്മൾ കൂടുതലും സ്മോൾ ഫ്ലോ റേറ്റ്സിനായിട്ടായിരിക്കും നമ്മൾ സിംഗിൾ സീറ്റഡ് വാൽവ്സിനെ യൂസ് ചെയ്യുന്നത്. സോ സിംഗിൾ സീറ്റഡ് വാൽവ്സിന് പല അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ത്രസ്റ്റിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ സ്മോൾ ഫ്ലോ റേറ്റ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ഇനി സെക്കൻഡ് ടൈപ്പാണ് ഡബിൾ സീറ്റഡ് വാൽവ്. സോ ഡബിൾ സീറ്റഡ് വാൽവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ട് പ്ലഗുകളുണ്ട്. ഈ രണ്ട് പ്ലഗ് കൊണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻലെറ്റിൽ കൂടെ വരുന്ന എന്താണ്, എയർ ആണോ ലിക്വിഡ് ആണോ എന്ത് ഫ്ലോ ആണെങ്കിലും അത് വന്നിട്ട് അതിന് രണ്ട് സെക്ഷനിൽ കൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. സ്പ്ലിറ്റായിട്ട് ഫസ്റ്റ് അപ്വേർഡ് ഡയറക്ഷനും സെക്കൻഡ് വൺ ഡൗൺവേർഡ് ഡയറക്ഷനും. സോ അപ്വേർഡ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ത്രസ്റ്റും ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ത്രസ്റ്റും സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ആകും. അതായത് ഇൻ എഫക്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ വാൽവ് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കുറച്ച് മതി. കാര്യം ഇവിടെ ഉണ്ടാകുന്ന അകത്തുണ്ടാകുന്ന ഫോഴ്സ് ഈ രണ്ട് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ് കാരണം കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് വാൽവ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും എളുപ്പമായിരിക്കും. സോ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് വാൽവ് ക്ലോസിങ് ഓപ്പണിംഗ് ഉണ്ട്. അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക ഫ്ലോ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലേക്ക് അത് ഫ്ലോ ആവുകയും അത് മൂവ് ചെയ്യാൻ വേണ്ടി വളരെ ചെറിയ പ്രഷർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ക്ലോസ് ചെയ്യാനും അല്ലെങ്കിൽ ഫുള്ളി എന്താ പറയുന്നത് ഫ്ലോയെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മൾ എത്രമാത്രം ടൈറ്റായിട്ട് ഈ ഒറിഫിസ് അടച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഫ്ലോ അതിനകത്തൂടെ പോകുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. സോ നമ്മൾ ചില ആപ്ലിക്കേഷൻസിൽ നമുക്ക് 100% ഫ്ലോയിങ് കൊടുക്കണം, അതേപോലെ 0% ഫ്ലോയിങ് കൊടുക്കേണ്ട കേസുകളിൽ നമ്മൾ സിംഗിൾ എൻഡഡും
പക്ഷേ അതല്ല, ചെറിയ രീതിയിൽ വിട്ടുവീഴ്ചകൾ കോംപ്രമൈസ് കൊടുക്കാം. അതേപോലെ തന്നെ അധികം ഫോഴ്സ് യൂസ് ചെയ്യുന്ന കേസുകളിൽ നമുക്ക് ഡബിൾ സീറ്റഡ് വാൽവ്സ്. ഇനി ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കൺട്രോൾ വാൽവ്സ് ഉണ്ട്. സോ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ സ്റ്റെമ്മിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ഫ്ലോ റേറ്റ് മാറുന്നത് എന്നുള്ളതാണ് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ മെയിൻലി ഇവിടെ രണ്ട് തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന് ഇൻഹറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്ന് എഫക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ സാധാരണ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഐഡിയലും പ്രാക്ടിക്കൽ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇൻഹറൻറ്റും എഫക്റ്റീവും. ഇൻഹറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലഗിൻ്റെ ഷേപ്പിനെയും സൈസിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. അതായത് ഒരു ഐഡിയൽ കേസിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻഹറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. പക്ഷേ എഫക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മീഡിയം വർക്കിംഗ് കണ്ടീഷനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്താണ് ആ വാൽവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെയാണ് എഫക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ മെയിൻലി നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ്, ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലഗിൻ്റെ ഷേപ്പിനെയും സൈസിനെയും ആയിരിക്കും. സോ ഐഡിയൽ കേസുകളിൽ നമുക്ക് പറയാം 100% ആയിട്ട് ആ പ്ലഗിൻ്റെ സൈസിനെയും ഷേപ്പിനെയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കും. പക്ഷേ എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് റിയൽ ടൈം എൻവയൺമെൻറ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 രീതിയിൽ ചെയ്തിട്ടുണ്ട്: ക്വിക്ക് ഓപ്പണിംഗ്, ലീനിയർ ആൻഡ് ഈക്വൽ. സോ എന്താണ് ക്വിക്ക് ഓപ്പണിംഗ്? ക്വിക്ക് ഓപ്പണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഫുൾ ഓണും അതേപോലെ ഫുൾ ഓഫും വേണ്ടത് അവിടെയായിരിക്കും നമ്മൾ ക്വിക്ക് ഓപ്പണിങ്ങിൻ്റെ ടൈപ്പ് ഓഫ് വാൽവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ചെറിയ രീതിയിലൊരു സ്റ്റെം മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാക്സിമം ഫ്ലോ റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു 30% ആണ് സ്റ്റെം മൂവ്മെൻറ്റ് വന്നെങ്കിൽ നമുക്ക് 90% വേരിയേഷൻ ഫ്ലോയിൽ ഉണ്ടാക്കാൻ പറ്റും. സോ ക്വിക്ക് ഓപ്പണിങ്ങിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ സ്റ്റെമ്മിൻ്റെ മൂവ്മെൻറ്റ് വന്നാൽ മതി, അത്രയും മാസ്സായിട്ട് അല്ലെങ്കിൽ അത്രയും ഹയർ പെർസെൻറ്റേജിലേക്ക് നമുക്ക് വാൽവിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. സെക്കൻഡ് വണ്ണാണ് ലീനിയർ. ലീനിയറിൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്റ്റെമ്മിൻ്റെ പൊസിഷൻ, അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും വാൽവിൻ്റെ ഓപ്പണിങ്. അപ്പോൾ സ്റ്റെമ്മിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വാൽവിൻ്റെ ഓപ്പണിങ്ങും മാറുന്നതായിരിക്കും. തേർഡ് വണ്ണാണ് ഈക്വൽ പെർസെൻറ്റേജ് ടൈപ്പ്. ഈക്വൽ പെർസെൻറ്റേജ് ടൈപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലീനിയറിൻ്റെ കേസിൽ എത്രയാണ് സ്റ്റെമ്മിൻ്റെ പൊസിഷൻ അതിനനുസരിച്ചായിരിക്കും ഇവിടെ വാൽവിൻ്റെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പക്ഷേ ഈക്വൽ പെർസെൻറ്റേജിൽ എത്ര പെർസെൻറ്റേജ് ആണ് സ്റ്റെം അഡ്വാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് അത്രയും പെർസെൻറ്റേജ് വൈസായിരിക്കും വാൽവിൻ്റെ മൂവ്മെൻറ്റ്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ഡിഫറൻസ്. അതുപോലെ ഈ 3 സിമ്പിൾസാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഓരോ ടൈപ്പ് വാൽവിനെ ചൂസ് ചെയ്യുന്നത്. സോ മെയിൻലി കൺട്രോൾ വാൽവ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ടിന് ഓണോ ഓഫോ അല്ലെങ്കിൽ ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ കൺട്രോൾ വാൽവ്സ് യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വൈസും അതിൻ്റെ എത്രമാത്രം പ്ലഗുകളുണ്ട്, അത് എന്ത് ആക്ഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനനുസരിച്ച് നമ്മൾ പല ക്ലാസിഫിക്കേഷനിൽ വന്നു. ഇനി അടുത്ത 2 ടൈപ്പ് ഓഫ് വാൽവ്സ് ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.